100 കോടി രൂപ പറയുന്നതിൽ ഏതാണ്ട് 35 കോടി രൂപയുടെ പണിയാണ് നടക്കുക എന്ന് വേണം വിചാരിക്കാൻ. കാര്യം 50 കോടി രൂപയ്ക്ക് ഇത് മറിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ലാഭവും കൂടി കണക്കിട്ടാൽ ഇത് 100 പറയുന്നിടത്ത് 35 കോടി രൂപയുടെ അല്ലെങ്കിൽ 30 കോടി രൂപയുടെ പണി നടക്കുമെന്ന് വേണം നമ്മളിത് മനസ്സിലാക്കാൻ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 100 കോടി രൂപ എവിടെ നിന്ന് വരുന്നു? ഈ 100 കോടി രൂപ ഇവിടുത്തെ പെട്രോൾ അടിക്കുന്ന സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് വരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് 1 ലിറ്റർ പെട്രോളിന് 18 രൂപ വെച്ച് വരെ കളക്ട് ചെയ്ത സമയമുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 13 ലക്ഷം കോടി രൂപയോളം റോഡ് സെസ്സിലേക്ക് മാത്രം, ഞാൻ പറയുന്നത് ടാക്സിൻ്റെ മൊത്തം കണക്കല്ല, റോഡ് സെസ് മാത്രം, അപ്പോൾ സെൻട്രൽ റോഡ് സെസ്സിലേക്ക് മാത്രം കളക്ട് ചെയ്ത പൈസയാണ്. അപ്പോൾ ഈ ബൈക്കിലും ഓട്ടോറിക്ഷയിലും ഒക്കെ സഞ്ചരിക്കുന്നവർ കൊടുത്ത പണം കൊണ്ട് ഈ സ്വരൂപിച്ച ഈ ഒരു സഞ്ചിത നിധി, ഈ ഒരു ഈ തുക വെച്ചിട്ടാണ് ഈ റോഡുകൾ നിർമ്മിക്കുന്നത്. ആ റോഡിലേക്കാണ് ഇവർ ടോൾ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ച പൈസയ്ക്ക് ടോൾ ഏർപ്പെടുത്തുന്നു. ടോൾ ഏർപ്പെടുത്തുന്നത് മാത്രമല്ല, ഇനിയും മുതൽ ഈ ഹൈവേയിൽ ഈ ബൈക്ക് യാത്രക്കാരനോ ഓട്ടോറിക്ഷക്കാരനോ കയറാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അവൻ്റെ പൈസ കൊണ്ട് പണിത ഈ റോഡ് വളരെ നല്ല റോഡായതുകൊണ്ട് ഇനി നിങ്ങൾക്കൊന്നും പറ്റില്ല, മാന്യന്മാർ സഞ്ചരിച്ചു കൊള്ളട്ടെ, അതുകൊണ്ട് നിങ്ങൾ പോകാനാണ് പറയുന്നത്.